ശബരിമല സന്നിധാനത്തിന് സമീപത്തെ നടപ്പന്തലിലും ചന്ദ്രക്കല പതിച്ച പച്ചക്കൊടി വിവാദമാകുമെന്ന് കണ്ട കൊടി അഴിച്ചുമാറ്റി പച്ചക്കൊടി കിട്ടിയതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയെന്ന സംശയം പവിത്രമായി സംരക്ഷിക്കുന്ന സന്നിധാനത്തിന് സമീപത്തെ നടപ്പന്തലിലാണ് ഇസ്ലാം മത രാജ്യങ്ങളിലെ കൊടികളോട് സാമ്യമുള്ള പച്ചക്കൊടി ഉയർത്തിയത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ഹിന്ദു വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല ക്ഷേത്രം. പലപ്പോഴും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ആ കഠിനവ്രതം അനുഷ്ഠിച്ചാണ് ഇവിടേക്ക് അയ്യപ്പന്മാർ എത്തുന്നത്, സ്വാമിമാർ എത്തുന്നത്. ഇത്തരത്തിൽ കഠിനവ്രതം അനുഷ്ഠിച്ച് എത്തുന്ന ക്ഷേത്രം ഇവിടെ ആചാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ക്ഷേത്രങ്ങളിലേക്കാണ് ഇത്തരത്തിൽ ഒരു ആചാര ലംഘനം തന്നെ എന്ന് പറയാവുന്ന തരത്തിൽ ഇവിടെ ഒരു കൊടി ഒരു പച്ച കളറിൽ ഉള്ള ഒരു കൊടി വച്ച് കെട്ടിയിരിക്കുന്നത്. കൃത്യമായി തന്നെ ചന്ദ്രകല അടക്കമുള്ള ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു കൊടിയായിരുന്നു ഇവിടെ കെട്ടിയിരിക്കുന്നത്. അത് പിന്നീട് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഈ ഭാഗത്ത് കൊടി കെട്ടി അതിനുശേഷം അത് 2 ദിവസമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് ശബരിമല എന്ന് പറയുമ്പോൾ ശബരിമലയിൽ പച്ചക്കൊടി വിവാദം കേരളത്തിൽ അങ്ങ് കത്തിയില്ല. അതെന്താണെന്നറിയില്ല. മലൻ ടി വി കുറേ കത്തിക്കാൻ നോക്കി, പക്ഷെ കത്തിയില്ല. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇത് ഏതോ കബറിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ഒരു തുണിക്കണ്ടാണ്. ഈ പട്ടൊക്കെ ഉണ്ടല്ലോ, പട്ട് തുണി, അതാണ് ഈ സാധനം. അല്ലാതെ കൊടിൻ്റെ ഇതൊന്നുമല്ല. കാരണം ഇവർക്ക് ഫ്രീ കിട്ടുന്ന സാധനമല്ലേ ഇവർ എടുക്കുള്ളൂ. ഒരു ടെക്സ്റ്റൈൽസ് പോയി വാങ്ങണം എന്നുള്ള ബുദ്ധി ഇവർക്കില്ലല്ലോ. അത് വേറെ. അത് മാത്രമല്ല, അതിൻ്റെ മുകളിൽ പിന്നെ പെയിൻറ്റൊക്കെ അടിച്ചിരിക്കുന്നു, കാവി പെയിൻ്റ് അടിച്ച്. അതന്നെ സെൻറ്ററിൽ ചന്ദ്രക്കരൊക്കെ കുത്തി കാവിയിലാണ്. അപ്പോൾ കാവിക്കാർക്ക് എപ്പോഴും കാവിയോടാണല്ലോ ഇഷ്ടം. അപ്പം അവരാ പച്ചയിലും കുത്തിയത് കാവിയാണെന്നുള്ള അർത്ഥം. ഏതായാലും ഇവന്മാർക്ക് വേറെ ഒരു തൊഴിലും ഇല്ല. ഇത് തന്നെ അമ്പലത്തിൻ്റെ മുകളിൽ പിന്നെ പോയാണ്ട് ഐ ലവ് മുഹമ്മദ് എഴുതി വെക്കുക, പിന്നെ അതും അക്ഷരപ്പേയോടെ കൂടെ എഴുതി വെക്കുക. ഇതും ഇമാതിരി 4 പണികളൊക്കെ ചെയ്യുന്ന ഇതേമാതിരി ചെയ്യുള്ളൂ. കാരണം എനിക്കാണെങ്കിൽ അവർക്ക് യഥാർത്ഥം അറിയില്ല. അവിടെയൊക്കെ എനിക്കാണെങ്കിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉള്ളതാണ് ഈ ശബരിമലയിൽ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ആളെ പിടിക്കണം, ഈ ആളെ പിടിച്ച് ജനങ്ങളെ മുന്നിലിട്ട് കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അതേപോലെ അമ്പലം പൊളിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. കാരണം എനിക്കാണെങ്കിൽ പ്രതിമനെ തകർക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുക. അപ്പോൾ പിടിക്കുമ്പോൾ നോക്കുമ്പോൾ ഒക്കെ ഈ സാധനങ്ങൾ, അതുകൊണ്ടില്ലേ ഈ സാധനങ്ങളാണ്. ഇതാണ് ഇവരെ ലക്ഷ്യം തന്നെ. ഇവിടെ ഒരു കലാപം ഉണ്ടാക്കുക, അതിനുള്ള കോപ്പ് കൂട്ടലാണ് മെയിനായിട്ട്. അപ്പോൾ ഇവർക്ക് കലാപം ഉണ്ടാക്കണം എന്നുള്ള കാരണം എന്തിനാണ് ഈ കലാപം ഉണ്ടാക്കുന്നത്? അവിടുന്ന് കുറേ ബലാത്സംഗം ചെയ്യുക, കുറേ പിന്നെ കാമം തീർക്കുക, അതോടെ കൂടെ കുറേ കൊള്ളയടിക്കുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യമാണ് ഇവരെ ലക്ഷ്യം. അല്ലാതെ വേറെ ഒന്നുമില്ല ഇവരെ ലക്ഷ്യം. കാരണം ഇവർക്ക് നക്കാപ്പിച്ചില്ലല്ലോ, ഇവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഒന്നുമില്ല. ഇവരിങ്ങനെ സ്വപ്നം കണ്ട് കലാപം ഉണ്ടാക്കിയ കൊള്ളടിക്കുക എന്നുള്ള അങ്ങനെ ജീവിക്കുക എന്നുള്ള ആ ഒരു സ്വപ്നത്തിൽ കൂടെയാണ് ഇവർ ജീവിതം തന്നെ. അപ്പോൾ അത് കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ പിന്നെ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഉത്തരേന്ത്യയിലൊക്കെ ഐ ലവ് മുഹമ്മദ് എഴുതി വെച്ചിരിക്കുക അമ്പലത്തിന് പോയി, അത് അക്ഷരപ്പേയോടെ കൂടെയാണ് എഴുതി വെച്ചത്. ഇതൊക്കെയാണ് ഇവരെ സ്ഥിതി. അപ്പോൾ ഇവർക്ക് ഈ ഒരൊറ്റ ഉറക്കത്തിലൊക്കെ ഇവർക്ക് ഒരൊറ്റ ചിന്ത കലാപം ഉണ്ടാക്കണം. അതിനുള്ള കോപ്പ് കൂട്ടൽ എങ്ങനെയൊക്കെ നടത്താൻ പറ്റുക അതൊന്നും നോക്കി നടക്കുക. അത് കേരള. ഇവിടെ മതത്വമല്ല വേണ്ടത്, മനുഷ്യത്വമാണ് എന്ന ആ ധാർമ്മിക ബോധം ഇവിടെയുള്ള യഥാർത്ഥ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കലാപം ഇനി നിങ്ങൾക്ക് കോപ്പ് കൂട്ടാൻ സാധിക്കില്ല എന്നത് ഒരു യഥാർത്ഥ സത്യമാണ്. അതിന് നടക്കണം നിങ്ങൾ. അതുകൊണ്ട് ഇവരൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യണമല്ലോ, നല്ല ചട്ടകം ചൂടാക്കിയിട്ട് ചന്തിക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ജീവിതത്തിൽ ഇവർക്ക് ഇരിക്കാൻ സാധിക്കരുത് എന്നുള്ളതാണ്. അതാണ് വേണ്ടത്. നല്ല ചട്ടകം നല്ല പഴിപ്പിച്ചിട്ട് നേരെ ചന്തിക്കാണ് വെച്ച് കൊടുക്കുക. അതാണ് ഇവരൊക്കെ വേണ്ടത്. ഏതായാലും ഈ നാടുകളെ കൊണ്ട് ഈ രാജ്യത്തിന് ഒരു ഉപകാരവും ഇല്ല എന്നതിൽ യാതൊരു സംശയമില്ല. ഈ പിത്തനയും ഫസാദും മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. അതും പിന്നെ മുദ്ര വെച്ച് അങ്ങനെ നടക്കുകയാണ്. എവിടെയാണ് കലാപം ഉണ്ടാക്കാൻ പറ്റുക, എവിടുന്നാണ് കൊള്ളടിക്കാൻ പറ്റുക, ഇതാണ് ഇവരെ ലക്ഷ്യം. അതുകൊണ്ട് കേരളത്തിൽ പിന്നെ പരിപ്പ് പോകില്ല. അത് വേറെ എവിടെയും കൊണ്ടുപോയിട്ടോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.